കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു വെളിപ്പാടാണ് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പത്രോസിനാണ് ആ വെളിപ്പാട് ആദ്യം പ്രകടമായിട്ട് വെളിപ്പെടുന്നത്, അല്ലേ? യേശു ഒരിക്കലും ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പുരുഷാരം എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു. അപ്പോൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. എന്നാൽ സ്തോത്രം, യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ആ സമയത്ത് പത്രോസ് പറഞ്ഞൊരു വാചകം കൃത്യമാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെ എന്ന് പറഞ്ഞ് വയ്ക്കുന്ന. അപ്പം യേശു തന്നെ തിരിച്ചു പറയുന്നൊരു മറുപടിയുണ്ട്. ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് ഈ വെളിപ്പാട് തന്നത്, സ്വർഗസ്ഥനായ ദൈവമാണ് നിനക്ക് ഈ വെളിപ്പാട് തന്നതെന്ന് പറയുന്ന ഒരു ഭാഗവും നമുക്കവിടെ കാണാൻ കഴിയും. യേശുവിനെ ആരാധിക്കുക, അല്ല ദൈവത്തിന് മഹത്വം കൊടുക്കുക, പാടുക, പ്രസംഗിക്കുക, സ്തോത്രം ഒക്കെ ഇന്ന് നമ്മുടെ സ്പിരിച്വൽ ആത്മീയ മേഖലയ്ക്കകത്ത് നടക്കുന്നുണ്ട്, അല്ലേ? പക്ഷേ അതുകൊണ്ട് പൂർണ്ണമാകുന്നു ഇല്ല. യേശുവിനെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയണം എന്നുള്ളതാണ് അതിൻ്റെ വെളിപ്പാട്. അറിഞ്ഞാൽ മാത്രമേ അവനിൽ നമുക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ, അല്ലേ? ശ്രദ്ധിച്ച ഇവിടെ പറയുന്ന അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. എന്തുവാണ് ഈ വിശ്വസിക്കുക എന്ന് പറയുന്നത്? ഈ സ്തോത്രം, ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ ചുരുങ്ങിയ ജീവിതത്തിൽ വെച്ച്, അല്ലേ, ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 70 ഏറെയായാൽ 80. ഈ 80 വർഷത്തിനകത്ത് വെച്ച് നമുക്ക് ഈ ലോകത്തിൽ ലഭ്യമാകുന്ന ചില ബന്ധങ്ങളുണ്ട്, അല്ലേ? ഒരുപക്ഷെ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ അപ്പനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ ഒക്കെ ഇത് നമുക്ക് ഈ ലോകത്തിൽ നമ്മുടെ ചുരുങ്ങിയ കാലയളവുകൾക്കകത്ത് വെച്ച് നമുക്ക് ലഭ്യമാകുന്ന ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങൾ നിലനിൽക്കുന്നവരുണ്ട്, നിലനിൽക്കാത്തവരുണ്ട്. നമുക്കറിയാം, വളരെ പ്രതീക്ഷയോടെ ജീവിതത്തിലേക്ക് കയറിപ്പോകുന്ന വ്യക്തികൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ആ സ്തോത്രം, ആ ബന്ധങ്ങൾ ഇല്ലെങ്കിൽ ആ തലങ്ങൾ ഉപേക്ഷിച്ച് സെപ്പറേറ്റായി പോകുന്ന, ഇല്ലെങ്കിൽ ഒറ്റയാനായിട്ട് ഇല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഈ ലോകത്തിൽ സംഭവിക്കുന്നുണ്ട്, അല്ലേ? അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതെന്തുവാ, ഈ ലോകത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഈ ബന്ധങ്ങളൊന്നും ശാശ്വതമല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളൊരാളിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് ആ വ്യക്തിയെ വിശ്വസിക്കുക എന്നുള്ളതാണ്. സ്തോത്രം, ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ആഴം എന്ന് പറയുന്നത് പരസ്പര വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസം തകരുമ്പോഴാണ് ആ ബന്ധം മുറിയുവാൻ തക്കവണ്ണം ഇടവരുന്നു എന്നുള്ളത് പോലെ ദൈവമായിട്ട് നമുക്കെങ്ങനെ ഒരു നിത്യജീവൻ എന്ന അനുഗ്രഹ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയുള്ളൂ, യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമുക്ക് മനുഷ്യരിൽ ആശ്രയിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിണത ഫലമെന്ന് പറയുന്നത് പലപ്പോഴും ദുഃഖവും പ്രയാസവും ഞെരുക്കങ്ങളും ഏകാന്തതകളും ഒക്കെ ആയി മാറാം. എന്നാൽ സ്തോത്രം, കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരുവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ലോകത്തിൽ ആര് നമ്മളെ കൈവിട്ടാലും, ആര് നമ്മളെ ഉപേക്ഷിച്ചാലും, ആര് നമ്മളെ തള്ളിപ്പറഞ്ഞാലും, ആര് നമ്മളെ സ്തോത്രം തകർക്കുവാനോ ശൂന്യമാക്കാനോ നോക്കിയാലും, അല്ല സ്തോത്രം, ഒരിക്കൽ പിടിച്ച കരം നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ നമ്മോട് കൂടെ പിടിച്ചിരിക്കുന്ന ഒരേ ഒരു കരമെന്ന് പറയുന്നത് അത് നമ്മുടെ കർത്താവിൻ്റെ കരം മാത്രമാണ്. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട്, അല്ല ഹൃദയത്തിൻ്റെ അകത്ത് പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ആ യേശുവിനെ നിങ്ങൾക്ക് വിശ്വസിച്ചാൽ അവൻ നിനക്ക് നിത്യജീവൻ നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവന് യേശുവിൽ നിന്ന് ലഭ്യമാകുന്ന ജീവൻ അത് നിത്യമാണ്. യേശുവിൽ നിന്ന് ലഭ്യമാകുന്ന സന്തോഷം അത് നിത്യമാണ്. യേശുവിൽ നിന്ന് ലഭ്യമാകുന്ന ആനന്ദം അത് നിത്യമാണ്. ഇതെല്ലാം യേശുവിൽ നിന്ന് കിട്ടുന്നതെല്ലാം നിത്യമാണ്, ഒരു കാലത്തേക്കുള്ളതല്ല. അതുകൊണ്ട് സ്തോത്രം, വിശ്വസിച്ചാൽ നമുക്ക് നിത്യജീവനാണ്, അല്ലാത്ത പക്ഷം നമുക്ക് ന്യായവിധിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, അത് നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടവരും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ.
പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടുന്ന് ഞങ്ങളെ ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുക്കും. ഈ സന്ദേശം കേൾക്കുന്നവർ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത, യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്ത അനേകരിലേക്ക് സന്ദേശം എത്തിച്ചേരുകയും അവർ ഹൃദയം കൊണ്ട് യേശുവിൽ വിശ്വസിപ്പാൻ ഇടവരുത്തുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്താട്ട് മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.